ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 2 kg കേക്കാണ്. അതൊരു വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് 6 കോഴിമുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കണം. പിന്നെ അതിലേക്ക് 2 സ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇടണം. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മൈദ മിക്സ് റെഡിയാക്കാം. അതിനായി 2 കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അരിപ്പയിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാനിവിടെ ഇങ്ങനെയാണ് പൊതുവേ ഉണ്ടാക്കാറ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടുമ്പോൾ അതിലെ കട്ടയൊക്കെ ഒന്ന് ഒടിച്ചിട്ടിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതിയാവും. അതല്ല നിങ്ങൾക്ക് അരിപ്പയിൽ അരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 1 kg സ്പോഞ്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് മൈദയും അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്താൽ മതിയാകും. ഞാൻ 1 kgയുടെ അളവ് കൂടി ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച മുട ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിനായി ബീറ്റർ ആദ്യം സ്പീഡ് 1-ലിട്ടിട്ടും പിന്നെ 2-ൽ പിന്നെ 3-ൽ ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ. ഇതിനിടയിലായിട്ട് നമ്മൾ പഞ്ചസാര ഒരു 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയേക്കാൾ എനിക്ക് ഒന്നുകൂടെ നന്നായി തോന്നിയത് പൊടിക്കാത്ത പഞ്ചസാര യൂസ് ചെയ്യുമ്പോഴാണ്. പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ എനിക്ക് മുട അധികം പൊന്തി വരാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 1 kgക്കാണെങ്കിൽ നമ്മൾ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ആഡ് ചെയ്താൽ മതിയാകും. പഞ്ചസാര നല്ലവണ്ണം മെൽറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ അടി പഞ്ചസാര തട്ടുന്ന രീതിയിൽ വേണം ബീറ്റർ യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ മുകൾ ഭാഗം മാത്രം നമ്മൾ ബീറ്റ് ചെയ്താൽ അടിയിൽ പഞ്ചസാര ഊറിക്കിടക്കും. മുട ഇതുപോലെ നന്നായി പതഞ്ഞ് പൊന്തി വരണം, എന്നാൽ മാത്രമേ സ്പോഞ്ച് നന്നാവുകയുള്ളൂ. ഇനി നമുക്ക് മാറ്റി വെച്ച മൈദ മിക്സ് ഈ ബാറ്ററിലേക്ക് അല്പാൽപ്പം ചേർത്ത് കൊടുക്കാം. ഇതിനായി നമ്മൾ വിസ്ക് തന്നെ യൂസ് ചെയ്യുന്നതാണ് നന്നാവുക. വിസ്ക് ഉപയോഗിച്ച് നമ്മൾ ഇളക്കുന്നതിനിടയിൽ ടൈറ്റ് തോന്നുകയാണെങ്കിൽ, ബാറ്ററി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് 1/2 കപ്പ് വരെ പാലോ വെള്ളമോ ഇതിലേക്ക് ചേർക്കാം. അതിപ്പോൾ 1 kgക്കാണെങ്കിൽ ഒരു 1/4 കപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തിക്ക് തോന്നണം എന്നില്ല. നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ പിന്നെ വെള്ളമോ പാലോ യൂസ് ചെയ്താൽ മതി. അതല്ല ടൈറ്റായി തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇളക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ സ്പോഞ്ച് ഉറപ്പായി പോകും. അതുപോലെ നമ്മൾ ഈ വെള്ളമോ പാലോ ആഡ് ചെയ്യുന്ന അവസരത്തിൽ അത് അല്പാൽപ്പം മാത്രമായിട്ട് യൂസ് ചെയ്യുക. ഞാൻ 1/2 കപ്പ് പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഫുള്ള് യൂസ് ചെയ്യണ്ട. നിങ്ങൾക്ക് ആവശ്യത്തിന് ഈ ഒരു ബാറ്ററി തിക്കായി തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഒരു സ്പൂണോ കയ്യിലോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. ഓവറായാൽ അത് അടിയിൽ പോയി വെള്ളം സെറ്റാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് അവസാനമായിട്ട് സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്യണം. അതിനായി ഇങ്ങനെ ചുറ്റും വടിച്ചെടുത്ത് സെൻറ്ററിലൂടെ ഒരു നമ്മുടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുക. സെൻറ്ററിലൂടെ ഒന്ന് ക്രോസ് ചെയ്യണം. അപ്പോഴുള്ളൂ നമ്മുടെ ചുറ്റിയിരിക്കുന്ന മൈദ ഒക്കെ നന്നായി ഈ ബാറ്ററിൽ മിക്സ് ആവുകയുള്ളൂ. ഇതിനിടയിൽ നമ്മൾ മൈദ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഓവൻ പ്രീഹീറ്റിനായി വെക്കണം. ഇതിനായി ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ടോൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 ട്രിപ്പായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്തത് ഒഴിച്ച് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് 7 ഇഞ്ചിൻ്റെ 2 പാൻ ഉണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ രണ്ടും ഒപ്പരം വെച്ച് ബേക്ക് ചെയ്യാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30-25 മിനിറ്റിനുള്ളിൽ നമുക്കിത് ബേക്കായി കിട്ടും. അത് ഓരോ ഓവൻ്റെയും ചൂടിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇതവിടെ നമുക്കിതാ 2 സ്പോഞ്ചും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരു സ്പോഞ്ച് ഞാൻ 3 ലെയറാക്കി കട്ട് ചെയ്ത് കാണിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.